എൻ്റെ കഴിവെന്നറിയോ, വരുന്ന ആൾക്കാരെ ഞാൻ പിടിച്ചു നിർത്തും. നമുക്ക് നമ്മുടെ ലൈവ് എന്റർടൈൻമെന്റ് ചെയ്ത് ആളുകളെ പിടിച്ചു നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യും. മതി. കഥ കുറച്ച് ചുരുക്കാം. എപ്പോഴും കഥയെ കൊള്ളൂല. എപ്പോഴെങ്കിലും നല്ല മൂഡിലിരിക്കുമ്പോൾ നമുക്ക് എന്ന് കഥ പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോവാം. ആരും വേണമെന്നുണ്ടെങ്കിൽ ഈ വെടിയാണെന്ന് പറഞ്ഞാൽ ആ നിധി വിളിക്കുന്നതിന്റെ തള്ള വെടി എന്ന് മാത്രം പറയാം. കുനിഞ്ഞിക്കാൻ പറയാം, നിങ്ങളൊന്ന് കിടക്കണം പറയാം. എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? അപ്പൊ ഹലോ, യെസ്, അതേലോ, ഇത് നമ്മുടെ ബുർജുമാല്. ചേട്ടന് വരാനാണോ ഇന്നത്തേക്കാ? അടുത്ത ശനിയാഴ്ചത്തേക്കാണോ? ഇനിയുണ്ടല്ലോ ദിവസങ്ങള്. ഓക്കെ, നമ്പറിലുണ്ട്, ഹായ് വിട്ടാ മതി. എന്താ പേരെന്ന് പറഞ്ഞേ? ഓക്കെ, അതിനൂതുമുണ്ട്, ഹായ് വിട്ടായിട്ടാ, റീപ്ലൈ തരാം. ഓക്കെ ഓക്കെ ഇട്ടോ. കൊറേ പണിയെടുക്കുക. ആശുപത്രി ചേച്ചി ചേർന്നിറങ്ങി, പാവം. അതിപ്പം വരും, തലവേദന ഇട്ടോ എന്തോ. ഞാൻ വിളിച്ചിനെ എടുത്തില്ല. ഇന്നലെ കൊറേ ചിരിച്ചിന്. അയ്യോ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് കള്ളു കുടിക്കില്ല. വെള്ളി ശനി ഞായറും അല്ലാണ്ട്. ഓക്കെ, പക്ഷെ ചില സമയത്ത് കുടിക്കാതെ മെയിൻ പ്രശ്നമാണ്. ചൂടറിയുമ്പോ എനിക്ക് വേണ്ട. ചൂട് പോയി. പൊറോട്ട മേടിച്ചതാ, വെറുതെ കാശുകളായിരുന്നു. നമുക്ക് നാരങ്ങളും കുടിക്കാം. സോഡ അയ്യോ, മൈ ഗോഡ്, കുറേ പണിയുണ്ടല്ലോ ഈശ്വര. എനിക്ക് വലിയ പണിയായി, മടി പിടിച്ചിരിക്കുന്നു. ബെഡ്ഷീറ്റൊക്കെ അലക്കാണ്ട്. നമ്മുടെ ആശമ്മ ചേച്ചി ഇന്നലെ ചേച്ചിക്ക് വയ്യ ഈശ്വറു, ഞാൻ നല്ല കുട്ടിയാ ഈശ്വറു. എഴുന്നേറ്റ് ഒന്നില്ല. ആശമ്മ ചേച്ചി ഇന്ന് യൂട്യൂബിൽ ഫുള്ളും ആശമ്മ ചേച്ചിയും ഇസുറും നമ്മുടെ പുതിയൊരാളുണ്ടല്ലോ ജമൻ, അതും ഏറല. ചിരിച്ചിരിച്ച് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചത്തു യൂട്യൂബില്. ആശുപത്രിയിൽ വിളിച്ചെടുക്കുന്നില്ല, എടുത്തിട്ടില്ല, വരും. യൂട്യൂബിൽ നല്ല ടോണുണ്ട്. ഞാൻ നിങ്ങളെ വിളിക്കുന്നതൊക്കെ ഉണ്ട്. ആൾക്കാർ ചിരിച്ചിരിച്ച് കമന്റ് ഇട്ടുണ്ട്. ചിലർ പറഞ്ഞു എന്നെ വെടിവെച്ച് കൊല്ലാൻ. എന്നെ വെടിവെച്ച് കൊല്ലാൻ പറയുന്നു. മോളെ എന്നെ തോക്ക് വെച്ച് വെടിവെക്കാൻ. ഷോ, ചിലന്മാര് ചിരിച്ച് കുറെ കമന്റ് ഇട്ടിട്ട് ചിരിച്ചിരിച്ച്. ചില പെണ്ണുങ്ങളാണ് പറയും ഇതിനെ വെടിവെക്കണം, ഇതിനെ ചൂരലോണ്ട് അടിക്കണം, ഇതിനെ കുനിച്ചു നിർത്തണം, ഇതിനെ ആനേനെ കയറ്റണം, കുതിരേനെ കയറ്റണം. എന്റെ അമ്മയെ കമന്റ് ഇട്ടിട്ട് എനിക്ക് അന്തം കിട്ടും. എനിക്ക് കുതിരേനെ പറഞ്ഞുവിടാൻ ഒരു വീഡിയോ എനിക്ക് അയക്കും. എന്റെ റൈസക്ക എനിക്ക് കുതിരേനെ പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് കുതിരേനെ പറ്റുള്ളൂ, ആണുങ്ങളെ പറ്റില്ല. ഞാൻ പലതും പറയും. അതൊരു ലൈവ് ഒരു ഹരമാക്കാൻ വേണ്ടി ഇരുന്ന് എന്റെ കൂടെ പിള്ളേരും. പക്ഷെ ഞാൻ ഇസ്രോ എന്ന് വിളിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഫേക്കല്ലേ, ഹോണ്ടഡായിരുന്നു നേർന്നു. പക്ഷെ ഞാൻ കണ്ടിന്യൂ, നമ്മൾ പതറരുത്, കണ്ടിന്യൂ. ഓക്കെ, എവിടെ വരെ ട്രോള് പോകും നോക്കാം. ഒന്ന് ചേച്ചി മരിക്കും. എന്തോ ചേച്ചി പറ കാണട്ടെ. ഏതിന് ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. എന്നത് കഴിയുമ്പോൾ ഇൻബോക്സ് വിട്ടല്ല. യൂട്യൂബിലോ എനിക്ക് അയക്കി, ഞാൻ നോക്കട്ടെ. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റണില്ല, എല്ലാം വിച്ചി.
ഞാൻ എന്റെ ട്രോള് കേൾക്കാറില്ല. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ വരാം. സോറ് തണുക്കട്ടെ, ശരീരം തണുക്കാൻ വേണ്ടി ആ ഒരു ട്രോളിട്ട് അല്ല, പിന്നെ ട്രോളിട്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, അശ്വ ചേച്ചി ഇസ്രു എന്റെ കസ്റ്റമറുടെ കോള് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ട് കേൾപ്പിക്കില്ല. കാരണം അത് റെക്കോർഡുകൾ പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് ചിലപ്പോൾ വരാൻ പേടിക്കും. അതിനോട് മുഹബത്ത് പറഞ്ഞിന് ശരിയേട്ടാ. റൈസിക്ക എന്താ വെച്ചാൽ മിനിഞ്ഞാന്ന് ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചപ്പോൾ ഞാൻ അവന്റെ കുണ്ടി വായെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആ പയ്യന്റെ വോയിസ് പുറത്ത് ലീക്ക് ആയിട്ടുണ്ട്. ഇന്നലെ ഫേസ്ബുക്കിൽ എന്നിട്ട് ട്രോൾ ചെയ്യുന്നു. ചിലപ്പോൾ അത് കേൾക്കുമ്പം ചില കസ്റ്റമേഴ്സിന് എന്നോട് എൻ്റെ അടുത്ത് വരാൻ താല്പര്യം ഉണ്ടാവും അവർക്ക്, പക്ഷെ അവർക്കത് പേടിയായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബിസിനസ്സിന് കോട്ടം സംഭവിക്കരുത്. നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്നതല്ല, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. കസ്റ്റമേഴ്സിന്റെ വോയിസ് നമ്മൾ സ്പീക്കറിലിട്ട് അത് സംഭവം എന്നാന്നറിയോ, ഞാൻ സ്പീക്കറിട്ട് കേൾക്കുന്നത് അവർക്കൊരു പേടി കിട്ടാനാ. കാരണം എന്നോട് മോശമായിട്ടാണ് അവർ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, മനസ്സിലായോ? എന്നോട് മോശമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ മോശമായിട്ടാണ് എന്നെ വിളിക്കുമ്പോൾ എന്നോട് ബാക്ക് തരുമോ വായിലോ അങ്ങനെ മോശമായിട്ട് സംസാരിക്കണം അവര്. അപ്പൊ എനിക്ക് പ്രഷർ കയറും. അപ്പൊ ചേച്ചി എന്ത് ചെയ്യും, ഇവന്റെ വോയിസ് എല്ലാവരും കേൾക്കണമെന്ന് വെച്ചിട്ട് ചേച്ചി അത് ലൗഡ് സ്പീക്കർ ഇടും, മനസ്സിലായോ? അല്ലാണ്ട് അവനെ നാറ്റിക്കാനൊന്നും പരമിട്ടല്ല. പക്ഷെ ഇവര് നല്ല രീതിയിൽ സംസാരിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ അത് ലൗഡ് സ്പീക്കർ കേൾപ്പിക്കുന്നത്. 10 പേര് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് സംസാരിക്കണേ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സ്പീക്കർ ഇടുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കേൾപ്പിക്കണേ? ഒരു നമ്മുടെ ഫീൽഡിലാണെങ്കിൽ പോലും നമ്മളോട് മാന്യമായിട്ട് സംസാരിക്കും. ഇനി ഒരിക്കലും ഒരാൾ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീക്കർ ഇട്ട് കേൾപ്പിക്കണേ. അല്ലാണ്ട് എനിക്ക് അവരോട് അത് ബിജി നീ പറഞ്ഞാൽ മതി, ലൗഡ് സ്പീക്കർ ആണ്, എല്ലാരും കേൾക്കും. ഇനി ഞാൻ ഇതായിരുന്നു റെക്കോർഡ് എടുത്ത് പോസ്റ്റിക്കണം. ഓക്കെ, ദയവ് ചെയ്ത് അത് ഞാനിപ്പോ ഒരു വോയിസ് ഞാൻ ഇട്ടുതരാം, അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ ഒരു വോയിസ് ഇടാൻ പോവാം. കാരണം അല്ലാണ്ട് ഇസ്രു ചേച്ചി മലപ്പുറം ഇടുന്നതല്ല, ഞാൻ അവരെ മലപ്പുറം നാറ്റിക്കുന്നയാ. കാരണം എന്നറിയോ, എന്നോട് പച്ചയ്ക്ക് വിളിച്ചിട്ട് ഷോർട്ട് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഞാനൊരു പെണ്ണല്ലേ, കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരുത്തില്ലേ? അപ്പൊ ഞാൻ മലപ്പുറം അത് ലൗഡ് സ്പീക്കർ കേൾപ്പിക്കുക. നിങ്ങളെപ്പോലെ ആൾക്കാരെ അറിയാൻ, ഇങ്ങനെ ഈ ചേച്ചിയുടെ അടുത്ത് ഇവര് സംസാരിക്കുന്നുണ്ടെന്നോ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവര് വിളിക്കുമ്പം ആയിക്കാ ഞാൻ ഓൺ വോയിസ് ഇടുന്നുണ്ട് ഇതിനെ കുറിച്ച്. ഓക്കെ, ഞാൻ ഒരു ഓൺ വോയിസ് ഇതിനെ കുറിച്ച് ഇട്ടോളാം. കാരണം ലൈവിൽ ഇപ്പൊ 67 വരുള്ളൂ. ഞാൻ ഓൺ വോയിസ് ഇട്ടോളാം, അപ്പൊ അതങ്ങനെ പൊക്കോളൂ ഫേസ്ബുക്കിലൊക്കെ. ഓക്കെ, സത്യമല്ല ഇസ്രു, ഞാനൊരു ഓൺ വോയിസ് ഇതിനെ കുറിച്ച് ഇടും. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ചിലർ വരാൻ പേടിക്കുന്നുണ്ട്. കാരണം ഞാൻ പബ്ലിക്കിൽ പറയുമെന്ന്. കാരണം പബ്ലിക്കിൽ പേടിച്ചിട്ട് ഞാൻ പറയണതൊന്നുമില്ല. കാരണം ഈ വിളിക്കുന്നവന്മാര് എന്നോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് സ്പീക്കർ ഇട്ടതാ. പറയട്ടാ. എന്നിട്ട് ഞാൻ സ്പീക്കർ ഇടുന്നത് കാരണം അത് മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ഇത് മൊത്തം ഫേസ്ബുക്കിൽ ലീക്ക് ആവുന്ന എൻ്റെ അടുത്ത് ആരും വരുന്നില്ല ഇപ്പൊ. പക്ഷെ കല്യായിരിക്കും, വരുന്നവര് വരും, അത് വേറെ കാര്യം. എനിക്ക് നെവർ മൈൻഡ്, ഒന്ന് പോയി ഒന്ന് എന്നെ വിശ്വാസമുള്ളത് എൻ്റെ അടുത്ത് വരും. ഓക്കെ അലീസറോ, മാന്യമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ വോയിസ് ഞാൻ കേൾപ്പിക്കില്ല പുറത്തേക്ക്.